ഭരതൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ പാതയം എന്ന സിനിമയുടെ ലൊക്കേഷൻ ഓർമ്മകളെക്കുറിച്ച് നടി ചിപ്പി പറയുന്നത് ഇങ്ങനെയാണ്. കൊടൈക്കനാലിലെ ആദ്യത്തെ 3-4 ദിവസം എനിക്ക് വർക്കുണ്ടായിരുന്നില്ല. എങ്കിലും രാവിലെ തന്നെ ലൊക്കേഷനിൽ വരുത്തി ഷൂട്ടിംഗ് കഴിയും വരെ എന്നെ അവിടെ നിർത്തും. 4-ാം ദിവസമാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. ചന്ദ്രദാസ് എന്ന വലിയ എഴുത്തുകാരൻ വെറും സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ അവളുടെ ഹോസ്റ്റലിൽ കാണാൻ ചെല്ലുന്ന സീൻ. മമ്മൂക്കിയാണ് ചന്ദ്രദാസ്. മമ്മൂക്കിയോടൊപ്പം അഭിനയിക്കുമ്പോൾ എൻ്റെ മുഖത്തുണ്ടായ ആ വിരണ്ട ഭാവമുണ്ടല്ലോ, ആ പതർച്ച, അത് കഥാപാത്രത്തിന് ആവശ്യമാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കിയത്. പാതയത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ സംവിധായകനായ ഭരതനങ്കിൾ ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ആ സെറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഞാനായിരുന്നു. ഭരതനങ്കിളും മമ്മൂക്കായുമൊക്കെ എത്ര വാത്സല്യത്തോടെയാണ് എന്നോട് പെരുമാറിയത്. പാതയത്തിന്റെ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ മനസ്സ് നിറയെ പേടിയായിരുന്നു. പക്ഷേ ആ സ്നേഹ വാത്സല്യങ്ങൾക്ക് മുമ്പിൽ എൻ്റെ പേടിയൊക്കെ പോയി. പാതയത്തിന്റെ ഷൂട്ടിംഗ് തീരും മുമ്പാണ് സോപാനത്തിലേക്ക് ക്ഷണം വരുന്നത്. ഒരു പുതുമുഖത്തിന് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത മഹാഭാഗ്യം. എനിക്ക് വീണ്ടും പേടിയായി. ആദ്യ ചിത്രം പൂർത്തിയാകും മുമ്പേ രണ്ടാമതൊരു ചിത്രത്തിലേക്ക് അഭിനയിക്കാൻ പോകാൻ എങ്ങനെ അനുവാദം ചോദിക്കും? പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ഭരതൻ അങ്കിൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയുകയായിരുന്നു, നല്ല സംവിധായകനാണ്, നല്ല കഥാപാത്രമാണ്, ചിപ്പിയ പടം ചെയ്യണം, അത് കഴിഞ്ഞ് നമുക്ക് പാതയത്തിന്റെ ബാലൻസ് വർക്ക് ചെയ്യാം. എനിക്കാകെ അത്ഭുതമായി. പാതയത്തിനു ശേഷം ഭരതൻ അങ്കിളിന്റെ ദേവരാഗത്തിൽ ഞാൻ അഭിനയിച്ചു. റോക്കിയെയും എന്നെയും വെച്ച് ഈറൻ മേഘം എന്നൊരു ചിത്രം ഇടയ്ക്ക് അങ്കിൾ പ്ലാൻ ചെയ്തെങ്കിലും എന്തുകൊണ്ടോ അത് നടന്നില്ല.